എന്നെ നോക്കണ്ട, അങ്ങോട്ട് വിവേകാനന്ദ നോക്കിയാൽ മതി. പറയട്ടെ. പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഗ്രേസ് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും ആദ്യം പറയാനുള്ളത്. കാരണം ഞാൻ 8ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയം മുതൽ സിനിമ അഭിനയിക്കണം, സിനിമ നടിയാവണമെന്ന് ആ ഒരു സമയം മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരു ഡയറക്ടറാണ് കമൽ സർ. സാറിൻ്റെ സിനിമയിൽ കുറേ ക്യാരക്ടേഴ്സ്, ഫാൻസി ഡ്രസ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ സിനിമയിൽ പാട്ടുകളിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ലാൽ ജോസ് സാറിൻ്റെ ഹീറോയിൻ ഹണ്ട് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോൾ ഗ്രാമഫോണിലെ മീര ജാസ്മിൻ ചെയ്ത ക്യാരക്ടറിനെ ഡബ് ചെയ്ത് അന്ന് നല്ല മാർക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ലാൽ ജോസ് സാറിൻ്റെ ഹീറോയിൻ ഹണ്ട് ഷോ ആണല്ലോ, അപ്പോൾ കമൽ സാർ കാണും, കണ്ടിട്ട് വിളിക്കും. അങ്ങനെയൊക്കെ ഒരു 12 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സാറ് വിളിച്ചത്. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ആ ഒരു സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഷൈൻ ടോം ചാക്കോ, ഷൈൻ്റെ കൂടെ ഞാൻ കുമാരിയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഷൈൻ്റെ കൂടെ വീണ്ടും അഭിനയിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ. ഗ്രേസ്, മറീന, സ്മിനു ചേച്ചി, നല്ല ജോണി ചേട്ടൻ, നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് 2023 എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് പറഞ്ഞാൽ കമൽ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. 2024 ആ സിനിമ ഹിറ്റായിട്ട് ആ സന്തോഷം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാക്കും ഈശ്വരനെ വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ചാക്കോച്ചൻ, സൗബിൻ, എല്ലാവർക്കും ഇവിടെ വന്നതിൽ എൻ്റെ പേരിലും ഒരു നന്ദി അറിയിക്കുകയാണ്. ആഷിഖ് സർ, ലിസ്റ്റിൻ സർ, സ്വാമി സർ, അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഇവിടെ ഇപ്പൊ സ്വാസിക്ക് മറ്റൊരു ഭാഗ്യം കൂടി കിട്ടാൻ പോവാണ്. കാരണം അന്ന് മനസ്സിൽ കണ്ട ഗുരുവും ശിഷ്യനും ഒരേ സമയത്ത് ഒരേ വേദിയിൽ അടുത്തെടുത്തിട്ടുണ്ട്. ആ ഗ്രാമഫോണിലെ ഡയലോഗ് ഞങ്ങൾക്ക് കൂടെ കേൾക്കാനെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും. കേൾക്കണോ? ആദ്യം പ്രത്യക്ഷ വേണം. അത് ഓർമ്മയില്ല, അതൊക്കെ അന്ന് പഠിച്ചിട്ട് ആ റിയാലിറ്റി ഷോ അറിയാവുന്നവരെ പറഞ്ഞത് നിനക്കൊന്ന് കാണാൻ രണ്ടുപേരും ഉണ്ടാകും. ഒരു മഹാഭാഗ്യമാണത്. അത് പറഞ്ഞത് അതിങ്ങനെ മറ്റേ മുറുക്കാനൊക്കെ ചവച്ചിട്ടായിരുന്നു. കല്ല് കൊത്താനുണ്ടോ, കല്ല് കല്ല് കൊത്താനുണ്ടോ, കാല കൊത്താനുണ്ടോ, കാല്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ടു. ഓക്കെ, എന്തായാലും രണ്ടുപേരുടെ മുമ്പിൽ ചെയ്യാനുണ്ടായ ഭാഗ്യം. ഓക്കെ, നല്ല കേൾക്കാം. താങ്ക് യു സർ. താങ്ക് യു. ചില സിനിമകൾ നമുക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് വരും, ചില നമ്മളെ തേടി വരും. പക്ഷെ നമ്മളെ തേടി വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില സിനിമകളുണ്ട്. അതിന് കാരണങ്ങൾ പലതാണ്. ചിലപ്പോൾ നമുക്ക് ചില കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന ആഗ്രഹമായിരിക്കും. പക്ഷെ ഈ സിനിമയിൽ എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അതെനിക്ക് യൂണിവേഴ്സ് കൊണ്ടു തന്നു. ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഈ സിനിമയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. മഹേഷേട്ടനെ പേടിപ്പിച്ച പോലെ ആരെ? മഹേഷേട്ടനെ മെച്ചപ്പെടുത്തല് അത് ഷമ്മിയായിരുന്നു. ഷമ്മീനെ പേടിപ്പിച്ച പോലെ വിവേകാനന്ദനെ പേടിപ്പിക്കുന്നുണ്ടോ? ഷൈനെ പഠിപ്പിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? എന്നാലും ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം എങ്ങനെയാണ് പേടിപ്പിക്കുന്നുണ്ടോ, തിരിച്ചാണോ അങ്ങോട്ടാണോ, ഷമീനെ പേടിപ്പിച്ച പോലെ ഇവിടെ വിവേകാനന്ദനെ പേടിപ്പിക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇപ്പോ ഈ വേദിയിലേക്ക് എത്താൻ പോകുന്ന വിവേകാനന്ദന്റെ മറ്റൊരു നായിക സ്വാസികയെ ഞാൻ ആ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാസികയെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.